ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു റൈസിൻ്റെ റെസിപ്പി ആട്ടോ. നമുക്ക് രാവിലെ എണീറ്റ് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഓഫീസിലൊക്കെ പോണവർക്കും അല്ലാത്ത ജോലിക്കൊക്കെ പോണവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാകുമ്പോൾ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടെ തന്നെ ഒരു ചെറിയ ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത്, ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു മണം കിട്ടത്തില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നൈസായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഈ കറിയൊക്കെ വഴറ്റും പോലെ നന്നായിട്ട് അങ്ങ് കുഴഞ്ഞ് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറുണ്ടെങ്കിലേ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു സൈഡായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു സലാഡോ അങ്ങനെയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറയണത്, പക്ഷേ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെയാണോ എന്ന് നിങ്ങളും പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ സവാള ദാ ഏകദേശം ഈ ഒരു രീതിയിൽ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സവാളയിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ചോറ് ആദ്യമേ വേവിച്ചാണ് വെക്കുന്നതെങ്കിൽ, അതിൽ ഉപ്പിട്ട് വേവിച്ചാണ് വെക്കുന്നതെങ്കിൽ, അത് ഉപ്പിട്ട് വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോറിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാളയിൽ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എരി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച്, പൊടികളുടെ അളവൊക്കെ നമുക്ക് മുളക് പൊടിയുടെയും എന്താ പറയുക കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ നമുക്ക് ഈ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉള്ളി നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചോറിട്ട് കൊടുക്കുമ്പോൾ ചോറ് അങ്ങ് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോണ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ ഉള്ളി ഒന്ന് ആ ഡ്രൈനെസ് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ചോറ് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇന്ന ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഏത് ചോറാണോ വേവിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോറിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഈ സമയത്ത് ഉപ്പിടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പിട്ടല്ല വേവിച്ചതെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അയ്യോ, ഈ നെയ്യും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മണം തന്നെ മതി നമുക്ക് ഈ ചോറ് മൊത്തം തിന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് മസാല എല്ലാം നമ്മളെ ചോറിൽ പിടിക്കത്തക്കവണ്ണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയായി കിട്ടും കേട്ടോ. രാവിലേക്ക് നമുക്ക് സ്കൂളിലൊക്കെ പിള്ളേർക്ക് കൊടുത്തു വിടാനും വലിയവർക്ക് കൊണ്ടുപോകാനും എല്ലാവർക്കും നല്ല എളുപ്പത്തിലാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കറിയും നമുക്ക് വേറെ ഇനി ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചോറൊന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു കമൻ്റായിട്ട് ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകണ്ട കേട്ടോ.